ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പരുന്താണോ അതോ താറാവാണോ? ഈ കഥ കേട്ടിട്ട് തീരുമാനിക്കൂ. വടുവ് നഷ്ടപ്പെടാത്ത യൂണിഫോം ധരിച്ച് പ്രസരിപ്പുള്ള ചിരിയുമായി തലകുനിച്ച് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞ് ആ 35-കാരൻ വിസിറ്റിംഗ് കാർഡ് നീട്ടി. അയാൾ ലഗേജ് ഡിക്കിയിലേക്ക് കയറ്റുന്നതിനിടയിൽ ഞാൻ കാർഡിലെ വാക്കുകൾ വായിച്ചു. വേഗത്തിലും സുരക്ഷിതമായും സുഖപ്രദമായും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. പേരും നമ്പരും ഇമെയിലും അടിയിലുണ്ട്. പ്രകാശം പരത്തുന്ന ചിരിയും മാന്യമായ പെരുമാറ്റവും ആരും ശ്രദ്ധിക്കും. സർ, മുന്നിലാണോ പിന്നിലാണോ കയറുന്നത്? ഡിക്കി അടച്ചു വന്ന് അയാൾ തിരക്കി. മുന്നിലാകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഡോർ തുറന്ന് ആദരവോടെ നിന്നു. ഞാൻ കയറിയിരുന്നപ്പോൾ അതിശബ്ദമില്ലാതെ അയാൾ ഡോർ അടച്ചു. വൃത്തിയും വെടുപ്പുമുള്ള ഉൾവശം സ്റ്റിയറിങ്ങിന് മുന്നിൽ വന്നിരുന്ന് സുഗന്ധം പരത്തുന്ന ഒരു എഡ്വേർഡ് റോസ് ഇരു കൈകളിലുമായി എടുത്ത് ഭയഭക്തി ബഹുമാനങ്ങളോടെ എനിക്ക് നേരെ നീട്ടിയത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അത് വാങ്ങി മണത്തു. സുഖിപ്പിക്കുന്ന ആ ഗന്ധം കാറ് നിറയുണ്ട്. മീറ്ററിന്റെ ഭാഗത്ത് ദൈവങ്ങളെ സ്ഥാപിക്കാറുള്ള ഗ്യാലറിയിലേക്ക് നോക്കിയ എൻ്റെ കണ്ണുകൾ നിരാശയോടെ അയാളിലേക്ക് ചോദ്യരൂപേണ ചെന്നു. ദൈവങ്ങളെ മറന്നോ? പലരും ചോദിക്കാറുണ്ട്. അയാളൊന്ന് നിർത്തി വീണ്ടും തുടർന്നു. ദൈവം മനസ്സിലുണ്ട്. അവരെ പ്രതിഷ്ഠിക്കേണ്ടത് അവിടെയല്ലേ? യാത്രയിൽ യാത്രക്കാരനാണ് ദൈവം. അവർ തരുന്ന പണം കൊണ്ടാണ് ഈ വാഹനവും എൻ്റെ കുടുംബവും പരിപാലിക്കപ്പെടുന്നത്. കോവിഡ് കാലം ശരിക്കും അത് ഏവരെയും പഠിപ്പിച്ചതല്ലേ? അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി. എന്നാൽ സർ, നമുക്കിനിയും പോകാം. ലക്ഷ്യസ്ഥാനം പറഞ്ഞു. വിമാനയാത്ര പോലെ തന്നെ ശാന്തമായ ടേക്ക് ഓഫ്. AC ഇത്രയും മതിയോ സാർ? മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാൾ സ്നേഹപുരസ്സരം അന്വേഷിച്ചു. മതിയെന്ന് ഞാൻ തലയാട്ടി. സർ, ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നെങ്കിൽ ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. യാത്ര ലൈവ് ആകുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അയാളെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ ഞാൻ പറഞ്ഞു. നാട്ടിലെ വാർത്തകൾ അറിയണമെങ്കിൽ പത്രം വായിക്കാൻ സാർ. മടക്കി നിവരാത്തൊരു മലയാള പത്രം അയാൾ എൻ്റെ നേരെ നീട്ടി. ഇയാൾ കപട നാടകക്കാരനോ വാചകസർത്തി വീരനോ ആണോ എന്നറിയില്ല. തലവാചകങ്ങളുടെ കണ്ണോടിച്ച് ഞാൻ കുറച്ചുനേരം ഇരുന്നു. വായനയാണെന്ന മട്ടിൽ. ഈ ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റം വിലയിരുത്താൻ ശ്രമിക്കുന്ന തിരക്കിലായിരുന്നു മനസ്സ്. കുറച്ചു നേരത്തെ വായനയ്ക്ക് ശേഷം ചോദിച്ചു, താങ്കൾ ഇങ്ങനെ തന്നെയാണോ എല്ലായ്പ്പോഴും എല്ലാവരോടും? അല്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി ഇങ്ങനെയാണ്, അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. ആദ്യകാലങ്ങളിൽ നേരെ തിരിച്ചായിരുന്നു. മറ്റു ഡ്രൈവർമാരെ പോലെ ഡീസൽ വില വർദ്ധിച്ചതിനെപ്പറ്റിയും കൂലി വർദ്ധിപ്പിക്കാത്ത സർക്കാർ നയങ്ങളിൽ അരിശപ്പെട്ട് ഡ്രൈവർമാരുടെ കഷ്ടപ്പാടുകൾ എണ്ണിപ്പറഞ്ഞ് റോഡിൻ്റെ ശോച്യാവസ്ഥയിൽ പരിതപിച്ച് ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. ഒരിക്കലൊരു മാന്യദേഹത്തെ ഇതുപോലെ കൂട്ടുകിട്ടി. ശരിക്കും ഒരു പണ്ഡിതൻ, ഒരു സന്യാസിയാണെന്ന് തോന്നി. താറാവും പരുന്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ തലപുകഞ്ഞ് ആലോചിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു. താറാവെന്നും കലവില കൂട്ടും, ചേറിൽ കുളിച്ച് സ്വന്തം ശരീരവും പരിസരവും വൃത്തികേടാക്കും. എന്നാൽ പരുന്തോ ഭൂമിയിൽ നിന്നുയർന്ന മേഘങ്ങൾക്കിടയിലൂടെ നിശബ്ദനും നിരീക്ഷകനുമായി പറന്ന് കാര്യങ്ങൾ സൂക്ഷ്മദൃഷ്ടിയോടെ നോക്കിക്കാണുന്നു. വേണ്ടി വന്നാൽ വെടിയുണ്ടയുടെ വേഗത്തിൽ കുതിച്ചിറങ്ങി ലക്ഷ്യം നേടി പറന്നുയരുന്നു. നിങ്ങളിതിൽ ഏതാണ്? ചോദ്യം എൻ്റെ മനസ്സിൽ ശരവേഗത്തിൽ തറച്ചു കയറി. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ കലവില കൂട്ടി ചെളിയിൽ ഓളിയിടുന്ന ആവലാതിക്കാരനായ താറാവോ, അതോ സൂക്ഷ്മദൃക്കും രാജകീയ പദവിയിൽ ഉന്നതിയിൽ വിലസുന്നവനുമായ പരുന്തോ? ഉത്തരം വ്യക്തം. പരിദേവനങ്ങളുടെ നാറുന്ന പാണ്ടക്കെട്ട് സ്ഥാനത്തും അസ്ഥാനത്തും അഴിച്ച് മറ്റുള്ളവരിലേക്ക് ചെളിയും ദുർഗന്ധവും കോരിച്ചൊരിയുന്നവൻ തന്നെ ഞാൻ, സ്വയം പറഞ്ഞു. മറുപടി കിട്ടാതായപ്പോൾ ആ മാന്യദേഹം പറഞ്ഞു. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ പുതിയ കണ്ണുകൾ കിട്ടിയ കുരുടനെ പോലെ ചിരിക്കുന്ന മുഖവുമായി ഉണർന്ന് ചുറ്റും നോക്കിക്കണ്ട് ആസ്വദിക്കുക. ഹൃദ്യമായ ചിരി ഏതു പൂട്ടിയ പെട്ടിയും തുറക്കാവുന്ന മാന്ത്രിക ചാവിയാണ്. ഉയർന്നു ചിന്തിക്കുക, ദിനേന പുതുമോൾ സൃഷ്ടിക്കുക, ചേറിൽ ചെന്ന് പെടാതിരിക്കുക. താറാവോ പരുന്തോ എന്ന് സ്വയം തീരുമാനിക്കുക. നന്മ ചെയ്യുക, നന്മയാകുക. നന്മയാണ് ഈശ്വരൻ. ഇതായിരുന്നു ഉപദേശം. ഇതുവരെ താറാവായിരുന്നു ഞാൻ. മറ്റ് ഡ്രൈവർമാരെ ശ്രദ്ധിച്ചു. ഞാനും അവരും തമ്മിലൊരു വ്യത്യാസവുമില്ല. അലസമായ വേഷം, വിയർപ്പുനാറ്റമുള്ള വസ്ത്രം, കുളിയും ഷേവും ഇല്ലാതെ വൃത്തികെട്ട രൂപം.
സൂര്യന് കീഴെയുള്ള എന്തിനേയും കൂട്ടം കൂടി നിന്ന് വിമർശിക്കുന്ന മാനസികാവസ്ഥ, ഒരു യാത്രക്കാരനെ കിട്ടിയാൽ പരാതികളുടെ പാണ്ടക്കെട്ടഴിക്കാനുള്ള വ്യഗ്രത, കൂലിക്കാര്യത്തിൽ ഏതറ്റം വരെ തരം താഴാനും മടിക്കാത്ത മനോഭാവം. വാക്കുകൾക്ക് മാന്ത്രശക്തി ഉണ്ടെന്ന് അന്ന് ഞാൻ ആദ്യമായി പഠിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ മാറി, മറ്റൊരു വ്യക്തിയായി. പുതിയ കണ്ണുകൾ കിട്ടിയ കുരുടനായി. പുതിയ കണ്ണുകൊണ്ട് കുടുംബിനെയും കുഞ്ഞിനെയും കണ്ടു. യാത്രക്കാരെ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ടു. ദൈവത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. ഏവരിലും നന്മ കണ്ടു. നന്മയാണ് ദൈവമെന്ന് പഠിച്ചു. നന്നായി ചിരിച്ചു. വാഹനത്തെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു. അങ്ങാടി വിമർശകനോട് ചൊല്ലിട്ടു. തർക്കങ്ങൾക്ക് വിരാമമിട്ടു. ആദ്യ യാത്രക്കാരനായി ദിവസേന ഒരു റോസപ്പൂ കരുതി. അങ്ങ് ഇന്നെന്റെ ആദ്യ അതിഥിയാണ്. പതിരല്ല കതിരാണ് അയാളെന്ന് തോന്നിത്തുടങ്ങി. സർ, കുറച്ചു ദൂരം നമ്മൾ യാത്ര ചെയ്തു. ഒരു ചായ കുടിച്ചാലോ? അയാൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് റോഡരികിൽ നിർത്തി. എവിടെയാണ് ഹോട്ടൽ? വിജനമായ സ്ഥലത്ത് നോക്കി ഞാൻ ചോദിച്ചു. ഹോട്ടൽ എന്തിന്? ചായ കിട്ടിയാ പോരെ? സൈഡിലെ ഹോൾഡറിൽ പിടിപ്പിച്ച ഒരു ഫ്ലാസ്ക് തുറന്ന് ഒരു കടലാസ് കപ്പിലും ഫ്ലാസ്കിന്റെ മോടിയിലുമായി അരക്കപ്പ് വീതം ആവി പറക്കുന്ന കട്ടൻ ഒഴിച്ച് വലത് കൈയിലെ കൂടുതലുള്ള ചായ എൻ്റെ നേർക്ക് നീട്ടി. സർ, നല്ല ലെമൺ ടീ ആണ്. ഇനിയുള്ളൊരു മണിക്കൂർ ഫ്രഷായിരിക്കാൻ ഇവൻ അകത്തെത്തിയാൽ മതി. എൻ്റെ മാറ്റത്തിൽ ശ്രീമതിയുടെ സംഭാവനയാണിത്. നല്ല ഉരിശൻ സുലൈമാനി. ശരിക്കും ആസ്വദിച്ചു കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് കപ്പ് വാങ്ങി വേസ്റ്റ് ഇടാനുള്ള സഞ്ചി നിക്ഷേപിച്ച് എനിക്ക് കയ്യും വായും തുടയ്ക്കാൻ അയാൾ ടിഷ്യൂ പേപ്പർ നീട്ടി. നല്ല ചൂട് ചായ. ശരിക്കും ആസ്വദിച്ചു. ശ്രീമതിക്കും അഭിനന്ദനങ്ങൾ കൊടുക്കുക. തീർച്ചയായും. ഫ്ലാസ്ക് തിരിച്ച് ഹോൾഡറിൽ സ്ഥാപിച്ച് ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ എന്നിൽ നിന്നും വാങ്ങി വേസ്റ്റ് ബാഗിലിട്ട് യാത്ര തുടർന്നു. ഓരോ യാത്രയും ഓരോ ക്ലാസ് മുറിയാണ് എനിക്ക്. യാത്രക്കാരൻ ഗുരുനാഥനും ഞാൻ പഠിതാവും. ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ആള് കുറെ ഫിലോസഫിയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. പഠിച്ചതെല്ലാം വീട്ടിൽ ചെന്ന് പറയണം എന്നവൾക്ക് നിർബന്ധമാണ്. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾ വള്ളി തെറ്റാതെ സ്കൂൾ വിശേഷങ്ങൾ പറയുന്നത് പോലെ. അപ്പോൾ കുടുംബവും ഒപ്പമുണ്ടല്ലേ? സാറിന്റെ ബട്ടൺ ഹോളിലെ റോസപ്പൂ മകൾ നനച്ചു വളർത്തുന്ന എഡ്വേർഡ് റോസിൽ നിന്നും ഇന്ന് പറിച്ചതാണോ? കണക്കുകൾ സൂക്ഷിക്കുന്നതും ഓഡിറ്റിങ്ങുമൊക്കെ ശ്രീമതിയാണ്. ഞാൻ വെറും ഡ്രൈവർ മാത്രമാണ്. കുടുംബം മുഴുവൻ ബിസിനസ്സിലിറങ്ങിയിട്ട് ഗുണം ചെയ്തോ? തീർച്ചയായും. ഓരോ 6 മാസത്തിലും കണക്ക് പുറത്തു വരും. ആദ്യ അർത്ഥവർഷം ചെറിയൊരു ലാഭം കാണിച്ചു. പിന്നീടത് ഇരട്ടിയായി. ഈ കഴിഞ്ഞ പാതിയിൽ എനിക്കും എൻ്റെ ഫോണിനും തിരക്കോട് തിരക്കായിരുന്നു. അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു. ആരോട് ഞാൻ നന്ദിയുള്ളവനാകണം? കുരുടനായിരുന്ന എൻ്റെ കണ്ണു തുറപ്പിച്ച ഗുരുതുല്യനായ ആ യാത്രക്കാരനോട്. അല്ലേ സർ? തീർച്ചയായും. പക്ഷെ എല്ലാ യാത്രക്കാരിൽ നിന്നും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ? ഓരോരുത്തരിൽ നിന്നും ഓരോതരം അറിവ്. എൻ്റെ വിജയകഥ ഇത്രയും നേരം മുഷിച്ചിലില്ലാതെ കേട്ടിരിക്കാനുള്ള അങ്ങയുടെ ക്ഷമാശീലമാണ് ഞാൻ ഇന്നത്തെ യാത്രയിൽ പഠിച്ചത്. നിങ്ങളുടെ വിജയകഥ എന്നെയും പ്രചോദിപ്പിക്കുന്നു എന്ന് പറയണമെന്ന് മനസ്സു മന്ത്രിച്ചു. ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നതിലും എളുപ്പം നാം ഓരോരുത്തരും മാറുന്നതാണ് എന്നത് ഈ യാത്രയിൽ ഞാൻ പഠിച്ചു. ഞാൻ ആലോചനയിൽ മുഴുകി എത്ര നേരം ഇരുന്നു എന്ന് ഓർമ്മയില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഈ യാത്രയിൽ നിങ്ങളാണ് ഗുരു. ദിവസേന യാത്രക്കാരന് വേണ്ടി റോസപ്പൂ നനച്ചുണ്ടാക്കുന്ന മകളും ലെമൺ ടീ ഫ്ലാസ്കിലാക്കി യാത്രയാക്കുന്ന ഭാര്യയും ഞാൻ വെറും ഒരു ഡ്രൈവറെന്ന് സവിനയം പറഞ്ഞ് മാറി നിൽക്കുന്ന നിങ്ങളും നിങ്ങളുടെ ടീം വർക്കും എനിക്കെൻ്റെ തളർന്നു കിടക്കുന്ന ബിസിനസ് ലോകത്തിലേക്ക് ഉത്തമ മാതൃകയാണ്. താറാവിൽ നിന്നും പരുന്തിലേക്കുള്ള പരിണാമം അത്യാവശ്യമാണ്. തിളക്കമാർന്ന കണ്ണുകളാൽ ഒരു നിമിഷം അയാൾ എന്നെ നോക്കി. ദാ ഈ ഇറക്കമിറങ്ങിക്കാണുന്ന ആ ചെറിയ പാടമില്ലേ, അത് കഴിഞ്ഞ് വലതുവശത്തുള്ള 2ാമത്തെ ഗേറ്റ്. ഗേറ്റിൽ വണ്ടി നിർത്തി. അയാൾ തന്നെ ചെന്ന് ഗേറ്റ് തുറന്നു. മുറ്റത്തേക്ക് വണ്ടി കയറ്റി. ഡിക്കി തുറന്ന് ലഗേജ് ഇറക്കി ഉമ്മറത്തേക്ക് കയറ്റി വെച്ചു. സമയം പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങൾ ഇരുവരും മുഖാമുഖം നോക്കി ചിരിച്ചു. വണ്ടിക്കൂലി 2700 പകരം 3000 കൊടുത്തപ്പോൾ ബാക്കി 300 തിരിച്ചു നെറ്റി. അതിരിക്കട്ടെ കയ്യിൽ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണക്കിൽപ്പെടാതെ കയ്യിൽ പണം വന്നാൽ കണക്കെഴുത്തുകാരിയോട് നുണ പറയേണ്ടി വരും. 300 തിരിച്ചേൽപ്പിച്ച് നന്ദി പറഞ്ഞ് മങ്ങാത്ത ചിരിയുമായി അയാൾ വണ്ടിയിലേക്ക് കയറി. ഡോർ അടച്ചപ്പോൾ അതിലൊട്ടിച്ചിരുന്ന സ്റ്റിക്കർ ദൃഷ്ടിയിൽപ്പെട്ടു. ഈഗിൾ ഓർ ഡക്ക്, യു ഡിസൈഡഡ്. താങ്ക് യു.